ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു ഫുൾ ഡേ മീൽ പ്ലാൻ ആണ്. ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസിൻ്റെ ഒരു ഫുൾ ഡേ മീൽ പ്ലാൻ. എന്താ ഈ മീൽ പ്ലാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറ്റ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്യണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഡൗട്ടാണ് അല്ലേ, നമുക്ക് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിക്കാമോ, ഇഡ്ഡലി കഴിക്കാമോ, അപ്പം കഴിക്കാമോ എന്ന്. കാര്യം ഇതിനകത്തെല്ലാം നമ്മൾ റൈസ് ആഡ് ചെയ്താണ് നമ്മൾ അതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ഡേ മീൽ പ്ലാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉറക്കം എഴുന്നേറ്റുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു 2 to 3 ഗ്ലാസ് ഓഫ് വാം വാട്ടർ കുടിക്കുക. ഒരുമിച്ചല്ല, ഒരു 1 ഗ്ലാസ് കുടിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അടുത്ത ഗ്ലാസ് കുടിക്കുക. നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അസിഡിറ്റിയോ ഗ്യാസ്ട്രൈറ്റിസോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെ കുടിക്കാവുന്നതാണ്. ഇനി രാവിലെ ചായയോ കാപ്പിയോ നിർബന്ധമുള്ളവരാണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് കട്ടൻ കാപ്പി, അതായത് ഷുഗറോ അല്ലെങ്കിൽ ഷുഗർ അഡിക്റ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാത്ത 1 ഗ്ലാസ് കട്ടൻ കാപ്പി, ബ്ലാക്ക് കോഫി നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു ലോങ് ഗ്യാപ്പ് കൊടുക്കാതിരിക്കുക, എക്സെപ്റ്റ് ഉറങ്ങുന്ന സമയത്ത്. ഇനി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമ്മൾ ഈ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് വിത്ത് വാട്ടർ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 2 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാം? നമുക്ക് അപ്പം, ദോശ, അരിപ്പുട്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി, ഇതുപോലെ അരി ചേർന്ന് വരുന്ന പലഹാരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട്, അഥവാ നമ്മുടെ ഈ ഭൂരിയൊക്കെ ഇല്ലേ, ഭൂരി നമ്മളപ്പോൾ ഗോതമ്പാണെന്ന് വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. നമ്മളത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള എണ്ണ ഉണ്ടാക്കുന്ന സാധനങ്ങളും ഒക്കെ ഒഴിവാക്കുക. അരിപ്പത്തിരി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീനായിട്ടുള്ള ദോശകൾ, അതായത് നമ്മുടെ റാഗിയും ചെറുപയറും ഒക്കെ കുതിർത്തിട്ട്, ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കുതിർത്തിട്ട് അത് നന്നായിട്ട് സോക്ക് ചെയ്ത് 4 hours കഴിയുമ്പോൾ അതിനെ നന്നായിട്ട് അരച്ച് അത് പുളിക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്തിട്ട് അത് നല്ല ക്രിസ്പി ദോശയായിട്ട് ചുട്ടെടുത്ത് ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കാം, അല്ലെങ്കിൽ റാഗി ദോശ കഴിക്കാം, റാഗിയുടെ പുട്ട് കഴിക്കാം, അല്ലെങ്കിൽ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കഴിക്കാം. പിന്നെ നമുക്ക് ഗോതമ്പിൻ്റെ വെച്ചിട്ടുണ്ടാക്കുന്ന എന്ത് സാധനം അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അരിയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുപയർ കറിയോ കടലക്കറിയോ സാമ്പാറോ ചട്നിയോ അങ്ങനെ എന്താണോ ഇഷ്ടം അതും കഴിക്കാവുന്നതാണ്. ഇനി രാവിലെ കോഫി കുടിക്കാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാം. രാവിലെ കുടിച്ചവർക്ക് വേണമെങ്കിലും വിത്തൗട്ട് ഷുഗർ, പാലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒരു കോഫി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിക്കാം. പിന്നെ ഒരു എഗ് വൈറ്റ് കഴിക്കാവുന്നതാണ്. ഇനി ആഴ്ചയിൽ 3 ദിവസം വരെ നമുക്ക് ഹോൾ എഗ്ഗായിട്ട് കഴിക്കാം, എഗ് യോക്കും കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഏതെങ്കിലും വീക്കിൽ 3 ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അന്നേരം എഗ് വൈറ്റിന് പകരം ഒരു ഹോൾ എഗ്ഗ് കഴിക്കുക. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുകയാണെങ്കിൽ, പുട്ടാണെങ്കിൽ ഒരു 1/4 ചില്ലി പുട്ടെടുക്കുക. അതുപോലെ ദോശയാണെങ്കിൽ ഒരു ദോശ എടുക്കുക. 3, 4 കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആദ്യം 3 ആക്കുക, പിന്നെ 2 ആക്കുക, പിന്നെ 1 ആക്കുക. എന്നിട്ടൊരു ലാർജ് ക്വാണ്ടിറ്റി സാലഡ്, നമ്മുടെ കുക്കുംബറും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടൊരു ലാർജ് ക്വാണ്ടിറ്റി സാലഡ് എടുക്കുക. അതുപോലെ ഒരു എഗ് വൈറ്റ് എടുക്കുക. നല്ല ഒരു പോർഷൻ പ്രോട്ടീനുള്ള ചെറുപയർ കറിയോ കടലക്കറിയോ ദാൽ കറിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചപ്പാത്തിയോ പുട്ടാണോ എന്താണോ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ അരി കൊണ്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പകരം റാഗിയോ മില്ലറ്റ് ദോശയോ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബ്രഞ്ച് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം. ഷുഗർ പേഷ്യൻസ് ഒന്നും അല്ലെങ്കിൽ ഫ്രൂട്ട്സിന് അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എസ്പെഷ്യലി നമുക്ക് ആപ്പിൾ കഴിക്കാവുന്നതാണ്. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദി ഡോക്ടർ അവേ എന്നല്ലേ. അപ്പോൾ ആപ്പിളിനകത്ത് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആപ്പിൾ നമുക്ക് കഴിക്കാം. എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പാകുമ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ മാംഗോ ആണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതി. അല്ലാത്ത ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് പേരയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ല ഫ്രൂട്ട്സുകൾ, പപ്പായ അതുപോലത്തെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കഴിക്കുക. അതല്ലെങ്കിൽ നമുക്ക് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഈ പച്ചപ്പയർ മുളപ്പിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടോ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം അത് കഴിക്കുക. അല്ലെങ്കിൽ കടല പുഴുങ്ങിയത് കഴിക്കുക, അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചിട്ട് അത് കഴിക്കുക. ഈ സമയങ്ങളിൽ അത് കഴിക്കുക. എന്നിട്ട് ലഞ്ചിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചോറ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് പകരം 2 ചപ്പാത്തി എടുക്കുക. 2 ചപ്പാത്തിയോ 2 ഗോതമ്പ് ദോശയോ എടുക്കുക. അല്ലെങ്കിൽ റോൾഡ് ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ റാഗി വെച്ചിട്ട് എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു പോർഷൻ
ഇലക്കറി എടുക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ കറി എടുക്കുക, തോരനോ അവിയലോ, ഒരുപാട് ഓയിൽ സോട്ട് ചെയ്യാത്ത മെഴുക്ക് വരട്ടിയോ അങ്ങനെ എന്തെങ്കിലും, അവിയലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നല്ലൊരു പോർഷൻ വെജിറ്റബിൾ ക്വാണ്ടിറ്റി എടുക്കുക. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നല്ലൊരു പോർഷൻ, ഒരു ചെറിയ കപ്പ് നിറച്ച് നല്ല യോഗേർട്ട് എടുക്കുക. ആ യോഗേർട്ടും കഴിക്കുക. ഒരു എഗ്ഗ് വൈറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആ എഗ്ഗ് വൈറ്റും കഴിക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഒരുപാട് ഓയിലായിട്ടുള്ളത് വേണ്ട, എല്ലാ ദിവസവും ചിക്കനും വേണ്ട. ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ ഫിഷ് കറിയോ ചിക്കൻ കറിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ലഞ്ച് ക്ലോസ് ചെയ്യാം. 2 ചപ്പാത്തി, അതിൻ്റെ കറിയായി, വെജിറ്റബിളായി, യോഗേർട്ടായി, പ്രോബയോട്ടിക്സായി, എഗ് വൈറ്റായി. ഇത്രയായി നമ്മുടെ ലഞ്ച് ക്ലോസായി. ഇനി നമുക്ക് വൈകുന്നേരത്ത് എന്ത് ചെയ്യാം? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് ഈ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് വരുന്നത് നട്ട്സാണ്. എസ്പെഷ്യലി നമ്മുടെ വാൾനട്ട്, കാഷ്യൂനട്ടൊക്കെ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നട്ട്സുകളെല്ലാം കൂടെ, വാൾനട്ട്, കാഷ്യൂനട്ട്, ആൽമണ്ട്, ഇനി ഇതൊക്കെ എക്സ്പെൻസീവാണ്, ഇത് വാങ്ങാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മുടെ സാധാ ഇതില്ലേ കപ്പലണ്ടിയും നിലക്കടലയെല്ലാം കൂടെ വാങ്ങിയിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ അതും നല്ലതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ സീഡുകളൊക്കെ ഇല്ലേ, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഇതിൻ്റെയൊക്കെ സീഡുകളും വാങ്ങി അതും എല്ലാ സീഡും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു സ്പൂൺ സീഡും അതുപോലെ ഈ മിക്സഡ് നട്ട്സും കൂടെ ഒരു ചെറിയ പിടി, വലിയ പിടിയല്ല ചെറിയ പിടി, ഇതെല്ലാം കൂടെ നമുക്ക് ഈവനിങ് ടൈമിൽ ഒരു ഗ്രീൻ ടീയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോഫിയുടെ കൂടെയോ അങ്ങനെ ഒരു ഈവനിങ് ടൈമിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. എക്സ്പെൻസീവ് നട്ട്സ് മേടിക്കാൻ വയ്യാത്തവർക്ക് നമുക്ക് ഈ കപ്പലണ്ടി കഴിക്കാം. പക്ഷേ അതും ഒരു ചെറിയ പിടി, ഒത്തിരി കഴിക്കാൻ പാടില്ല, ചെറിയ പിടി കഴിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂറെങ്കിലും, 3 മണിക്കൂർ പറ്റുക അത്രയും നല്ല, 2-3 മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്, അതായത് നമ്മൾ ഡിന്നർ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം 7 മണിക്കുള്ളിൽ കഴിക്കാമെങ്കിൽ അത്രയും നല്ലത്. 10 മണിക്കൊക്കെ ഉറങ്ങുന്നവരാണ് 7 മണിക്ക് കഴിച്ചിട്ട് 10 മണിക്ക് ഉറങ്ങാം. ഡിന്നറിന് ഇത് പറഞ്ഞതുപോലെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസോ ഓട്സോ റാഗിയോ എന്തെങ്കിലും എടുക്കുക. റാഗി കാച്ചിയിട്ട് അങ്ങനെ കുടിക്കാം, ഇച്ചിരി ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിച്ചാൽ മതി. അതുപോലെ തന്നെ ഓട്സ് കാച്ചിയിട്ട് അങ്ങനെ കുടിക്കുക. അല്ലെങ്കിൽ ഓട്സിൻ്റെ ഉപ്പുമാവോ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാം. അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ബ്രെഡ് എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ ഹോൾ ഗ്രെയിൻ ബ്രെഡിൻ്റെ 2 പീസ് വേണമെങ്കിൽ കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറി എടുക്കാം, ഒരു സെറ്റ് സാലഡ് എടുക്കുക. ഇത് ഇത്രയും കൂടെ കഴിച്ചിട്ട് കിടക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുഡിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത്. ഫുഡ് കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ ശേഷമോ വേണം വെള്ളം കുടിക്കാൻ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ വെള്ളം കൂടി നിർത്തുന്നതും നല്ലതാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് തലയും കുറച്ച് എലിവേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നത് നമുക്ക് കൂടുതൽ അസിഡിറ്റിയോ ഗ്യാസ് പ്രോബ്ലംസോ ഒക്കെ വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഡയറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങളുടെ ഫാറ്റി ലിവർ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഡെയിലി എല്ലാ ദിവസവും 1 അവറെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്, 1 മണിക്കൂർ നമ്മൾ നടക്കുകയോ എയറോബിക് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.